മലയാളത്തിൽ പെണ്ണെഴുത്തിന്റെ കരുത്ത് അടയാളപ്പെടുത്തിയ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി നോവൽ പിറവിയെടുത്തിട്ട് 50 ആണ്ട് തികയുന്നു. ഇതിന്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് വായനാ ദിനത്തിൽ തിരുവനന്തപുരം കരമന ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പൊതു ഇട വായന ഉൾപ്പെടെയുള്ള പരിപാടികൾക്കാണ് തുടക്കമിട്ടത്. സാംസ്കാരിക പ്രവർത്തകൻ എം അജയ് ദേവ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് മിനി വൈ അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ ബിലു വി ബി മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാരംഗം കൺവീനർ സജുല എച്ച്, സ്റ്റാഫ് സെക്രട്ടറി ശ്രീദേവി ആർ എന്നിവർ പ്രസംഗിച്ചു. അഗ്നിസാക്ഷി കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനാണ് പൊതു ഇട വായന തുടങ്ങിയത് എന്ന് കുട്ടികളും അധ്യാപകരും പറഞ്ഞു. സ്കൂൾ പരിസരത്തെ കവലകൾ, വീടുകൾ തുടങ്ങിയ ഇടങ്ങളിൽ നോവൽ പാരായണവും വായനയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കും. അഗ്നിസാക്ഷി സിനിമാ പ്രദർശനവും നടത്തി. നോവൽ ഭാഗത്തെ റീലുകളായി അവതരിപ്പിക്കാൻ ഓഡിയോ ബുക്ക് തയ്യാറാക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളും ഉണ്ടാകും. ആകാശത്തിൽ നിന്ന് പാതാളത്തിലേക്ക്, ഉന്നതങ്ങളിൽ നിന്ന് താഴ്ചയിലേക്ക്, അതെന്തൊരു പതനമായിരുന്നു. നുറുങ്ങിത്തെറിച്ച് നുര പതപ്പിച്ചുകൊണ്ട് നേരെ ഓടുകയാണ്, അല്ല ഒഴുകുകയാണ്. കളകള ശബ്ദം. വരുന്നു വരുന്നു, ഞാനിതാ വന്നുവല്ലോ. പാലുപോലെ വെളുത്ത ജലം, മഞ്ഞുപോലെ കുറുത്ത ജലം, മുഴുകുന്നവരുടെ സർവ്വപാപങ്ങളെയും പരിഹരിക്കുന്ന തീർത്ഥജലം നോക്കി ഒരു നിമിഷം നിന്നു. മെല്ലെ പടിയിറങ്ങി. ഒരു പടവ്, 2 പടവ്, കാൽ മരവിച്ചു പോകുന്നു. പുല്ലുകൾ കിടുകിടുക്കുന്നു. ശരീരത്തിനോ മനസ്സിനോ കൂടുതൽ കുളിർമ. ഓർത്തു, ഒരു ജീവിതകാലത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. എത്തേണ്ടിടത്ത് എത്തിയതുപോലെ ഗംഗ, ഭാഗീരഥി, പുരാണങ്ങളിലെ പുണ്യനദി, ആധുനികതയുടെ ജീവധാര, ഭാരതത്തിന്റെ സ്വന്തം